നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ലോകത്ത് അതിവേഗത്തിൽ പടർന്നു പിടിച്ച കൊറോണ വൈറസിന്റെ ഏറ്റവും പുതിയ വകഭേദമായ ഒമിക്രോൺ. പുതിയ വകഭേദത്തെക്കുറിച്ച് ആദ്യം സ്ഥിരീകരിച്ച ദക്ഷിണാഫ്രിക്കയിൽ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഇരട്ടിയിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ലോകത്ത് ഇതുവരെ 24 രാജ്യങ്ങളിൽ ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്തതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. മുൻ വകഭേദങ്ങളെ അപേക്ഷിച്ച് അതിവേഗം പടർന്നു പിടിക്കുന്നതും ഗുരുതരമാകുന്നതുമാണ് ഒമിക്രോൺ വകഭേദം എന്നാണ് വിലയിരുത്തൽ. ഒമിക്രോണിന്റെ വ്യാപനശേഷി, പ്രത്യാഘാതം എന്നിവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വകഭേദത്തിന്റെ യഥാർത്ഥ ശേഷി മനസ്സിലാകൂ. നിരവധി രാജ്യങ്ങളിൽ ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്തതോടെ വിദേശയാത്രികർക്കും മറ്റും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ജീവിത ചെലവേറിയ നഗരമായി ഇസ്രായേലിലെ ടെൽ അവീവിനെ തിരഞ്ഞെടുത്തു. ബ്രിട്ടനിലെ ലണ്ടൻ ആസ്ഥാനമാക്കിയുള്ള ഗവേഷണ സംഘടനയായ എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റാണ് ലോകത്തിലെ ഏറ്റവും ജീവിത ചെലവേറിയ 10 നഗരങ്ങൾ കണ്ടെത്താൻ വേണ്ടി സർവേ നടത്തിയത്. ഈ പദവി മുൻപ് അലങ്കരിച്ചിരുന്നത് സിംഗപ്പൂർ, ഹോങ്കോങ് എന്നീ നഗരങ്ങളായിരുന്നു. ഇവരെ പിന്നിലാക്കിക്കൊണ്ടാണ് ടെൽ അവീവ് ഈ സ്ഥാനത്ത് എത്തിയത്. ഫ്രാൻസിലെ പാരീസ്, സിംഗപ്പൂർ എന്നിവ സംയുക്തമായി 2ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ഹോങ്കോങ് 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചാണ് 4ാമത്തെ ഏറ്റവും ചിലവേറിയ നഗരം. ന്യൂയോർക്ക്, ജനീവ, കോപ്പൻഹേഗൻ, ലോസ് ഏഞ്ചൽസ്, ഒസാക്ക എന്നീ നഗരങ്ങൾ യഥാക്രമം 6 മുതൽ 10 വരെയുള്ള സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. GCC രാജ്യങ്ങളിൽ സൗദിക്ക് പിന്നാലെ UAE-യിലും അപകടകാരിയായ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചു. ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ആഫ്രിക്കയിൽ നിന്നെത്തിയ സ്ത്രീയിലാണ് രോഗം കണ്ടെത്തിയത്. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചിരുന്ന ഇവരിൽ രോഗലക്ഷണങ്ങളൊന്നും പ്രകടമായിരുന്നില്ല. വൈറസ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇവരെയും ഇവരുമായി സമ്പർക്കം പുലർത്തിയവരെയും ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ 6 രാജ്യങ്ങളിൽ നിന്നും ഇനി സൗദിയിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. മറ്റൊരു രാജ്യത്ത് 14 ദിവസം കഴിയണമെന്ന നിബന്ധന ബുധനാഴ്ച അവസാനിച്ചു. എന്നാൽ ഈ രാജ്യക്കാർ സൗദിയിൽ 5 ദിവസം ഹോട്ടലിൽ സമ്പർക്ക വിലക്കിൽ കഴിയണം. വാക്സിൻ എടുത്തവർക്കും ഇത് ബാധകമാണ്. യാത്രയ്ക്ക് 72 മണിക്കൂർ മുൻപെടുത്ത PCR പരിശോധനാ ഫലം ഖുദോം പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യണം. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, ബ്രസീൽ, വിയറ്റ്നാം, ഈജിപ്ത്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾക്കാണ് വിലക്ക് നീക്കിയത്. ഒമാനിൽ വെള്ളപ്പാച്ചിലിൽ കുടുങ്ങിയ 3 പേരെ സിവിൽ ഡിഫൻസ് സേന രക്ഷപ്പെടുത്തി. ഒമാനിലെ തെക്കൻ ബാത്തന ഗവർണറേറ്റിലായിരുന്നു സംഭവം. മഴ മൂലം വാദിയിൽ രൂപപ്പെട്ട വെള്ളപ്പാച്ചിലിൽ അകപ്പെട്ടവരെയാണ് രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തിയത്. റിസ്താഖ് വിലായത്തിലെ വാദി ജമയിൽ കുടുങ്ങിയ 3 പേരെയാണ് തെക്കൻ അൽബത്തന ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് സേനയുടെ ഇടപെടലിലൂടെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. 3 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും സിവിൽ ഡിഫൻസ് അതോറിറ്റി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇന്നും മഴ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നു. വാദികൾ മുറിച്ചു കടക്കരുതെന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ച സാഹചര്യത്തിലും വീണ്ടും ലോക്ഡൌണിലേക്ക് മടങ്ങില്ല എന്ന് സൗദി അറേബ്യ. സൗദി ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ അലിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഒമിക്രോൺ സൗദിയിൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിലായിരുന്നു രാജ്യത്തെ നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതിനെക്കുറിച്ചും ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആരോഗ്യ മന്ത്രാലയം പ്രതികരിച്ചത്. ആദ്യകാലങ്ങളിൽ ലോകത്ത് വൈറസിന്റെ തരംഗങ്ങളോ വകഭേദമോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വാക്സിനുകളുടെ ലഭ്യതയും സമൂഹത്തെക്കുറിച്ചുള്ള അവബോധവും കുറവായിരുന്നതിനാൽ ഭയം കൂടുതലായിരുന്നുവെന്നും ഇന്നിപ്പോൾ 22.3 ദശലക്ഷം ആളുകൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകിയെന്നും അവരിൽ ചിലർ ബൂസ്റ്റർ ഡോസ് എടുത്തതുമൊക്കെ ഭയം കുറയ്ക്കാൻ ഇടയാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. 50ാം വാർഷികാഘോഷങ്ങൾക്ക് സജ്ജമായി UAE. വെടിക്കെട്ടും വിവിധ കലാപരിപാടികളുമായി UAEക്ക് ഇനി ആഘോഷത്തിന്റെ നാളുകൾ. സുവർണ ജൂബിലിക്കൊപ്പം എക്സ്പോ 2020 ദുബായ് വേദിയാകുന്നതും ആഘോഷങ്ങളുടെ മാറ്റ് കൂട്ടുന്നു. ഔദ്യോഗിക പരിപാടികൾക്ക് ഇത്തവണ വേദിയാകുന്നത് ഹത്തയാണ്. നാളെ വൈകുന്നേരം 5:30 മുതലാണ് പരിപാടികൾ അരങ്ങേറുന്നത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. വിവിധ ചാനലുകൾ വഴിയും മറ്റും തത്സമയ സംപ്രേഷണം ഉണ്ടാകും. ഡിസംബർ 4 മുതൽ 12 വരെ പൊതുജനങ്ങൾക്കായി പരിപാടികൾ ഉണ്ടാകും. വാക്സിൻ എടുത്തവർക്കോ 72 മണിക്കൂറിനുള്ളിൽ കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവ് ഫലമുള്ളവർക്കോ ആണ് പ്രവേശനമുണ്ടാവുക. ദുബായിൽ 5 സ്ഥലങ്ങളിലാണ് ഡിസംബർ 2, 3 തീയതികളിൽ വെടിക്കെട്ട് സംഘടിപ്പിക്കുക. രാജ്യത്തെ പ്രധാന സ്ഥലങ്ങളും കെട്ടിടങ്ങളും ദേശീയപാതകളും നിറമണിയും. ബുർജ് അൽ അറബ്, ബുർജ് ഖലീഫ, അയൺ ദുബായ്, ദി പ്രൈം ദുബായ് എന്നിവിടങ്ങൾ ഡിസംബർ 2, 3 തീയതികളിൽ വൈകുന്നേരം 7 മണി മുതൽ രാത്രി 11 മണി വരെ UAE ദേശീയ പതാകയുടെ നിറം ചാർത്തും. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.